നമ്മൾ മലയാളികൾ നമ്മുടെ ചില നേട്ടങ്ങൾ എപ്പോഴും ഉയർത്തി കാണിക്കാറുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് വിദ്യാഭ്യാസ മേഖലയും മറ്റൊന്ന് ആരോഗ്യ മേഖലയുമാണ്. ഇനിയുള്ള രണ്ട് റിപ്പോർട്ടുകൾ, ആ രണ്ട് റിപ്പോർട്ടുകളിൽ ഒന്ന് ആരോഗ്യ മേഖലയെക്കുറിച്ചാണ്. അതിലേക്ക് വരുന്നതിന് മുമ്പ് വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ പലപ്പോഴും മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണ് എന്ന് പറയാറുണ്ട്. അതുമാത്രവുമല്ല, ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ വിദ്യാസമ്പന്നരെ കയറ്റുമതി ചെയ്യുന്ന ഇടങ്ങളിൽ ഒന്നുകൂടിയാണ് കേരളം. അതിൽ തർക്കമൊന്നുമില്ല. അങ്ങനെ മികച്ച വിദ്യാഭ്യാസം, അതായത് ഒരു ശരാശരി മലയാളി ഡിഗ്രിയോ അതിന് മുകളിലോ ഒക്കെ വിദ്യാഭ്യാസം നേടുന്ന ഒരു വർത്തമാനകാല സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതേസമയം ഇതേ വിദ്യാഭ്യാസ മേഖലയിൽ പ്രതിസന്ധി നേരിടുന്ന ആളുകളും ഉണ്ട്. വിദ്യാഭ്യാസത്തിന് വേണ്ടി കൃത്യമായൊരു പണം കണ്ടെത്താൻ പറ്റാത്ത ആളുകൾ നിരവധിയായിട്ടുണ്ട്. അവരുടെ പ്രതിസന്ധികൾ പലപ്പോഴും വേണ്ട രീതിയിൽ ചർച്ച ചെയ്യപ്പെടാറില്ലേ എന്ന സംശയം കൂടിയുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ഒരു വാർത്ത പുറത്തു വന്നിട്ടുള്ളത്. അത് പ്രത്യേകിച്ചൊരു വിദ്യാർത്ഥി പഠനത്തിന് പണം കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്നു എന്നതുകൊണ്ട് പഠനം ഉപേക്ഷിക്കുന്നു, അല്ലെങ്കിൽ കോളേജിൽ നിന്ന് TC വാങ്ങിയ ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ വിദ്യാഭ്യാസ മേഖല അങ്ങനെ അഭിമാനത്തോടു കൂടി തന്നെ നിൽക്കുന്ന ഒരു മേഖലയാണ് മറ്റ് സംസ്ഥാനങ്ങളെയൊക്കെ അപേക്ഷിച്ച് താരതമ്യം ചെയ്യുമ്പോൾ. അത് മറ്റാരുമല്ല, ഫീസ് വർധനയെ തുടർന്ന് കേരള കാർഷിക സർവകലാശാലയിൽ നിന്ന് ബിരുദ പഠനം ഉപേക്ഷിച്ച വിദ്യാർത്ഥിയെക്കുറിച്ചുള്ള റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. താമരശ്ശേരി സ്വദേശി അർജുനായിരുന്നു കാർഷിക സർവകലാശാലയിലെ പഠനം ഉപേക്ഷിച്ച് മടങ്ങിയത്. ഫീസ് ഇളവിന് അർഹതയുള്ള വിദ്യാർത്ഥിയുടെ വിവാദത്തിൽ കഴമ്പില്ല എന്ന നിലപാടാണ് ഈ യൂണിവേഴ്സിറ്റി സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷം വലിയ തോതിൽ ഈ വിദ്യാർത്ഥിക്ക് സഹായവുമായി നിരവധിയായ ആളുകൾ എത്തിയെന്ന് മാത്രവുമല്ല, നമ്മുടെ സർക്കാർ സംവിധാനവും അതിൽ ഇടപെട്ടു എന്നുള്ളതാണ്. ഇത് ഈ കാർഷിക സർവകലാശാല ആണ് എന്നതുകൊണ്ട് തന്നെ നേരത്തെ നമ്മൾ CPI-CPIM തർക്കം PM ശ്രീയുമായി ബന്ധപ്പെട്ട് തർക്കത്തോടു കൂടിയാണ് ഇന്നത്തെ വൈകുന്നേരം ആരംഭിച്ചത്. ഇതിപ്പോൾ CPIയുടെ വകുപ്പിന് കീഴിൽ വരുന്ന ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ CPIയുടെ മന്ത്രിമാർ ഉൾപ്പെടെ ഉള്ളവരാണ് ഈ വിഷയത്തിൽ ഇടപെടുകയും ഒക്കെ ചെയ്തത്. പക്ഷേ അതിനു മുമ്പ്, ആ പ്രതികരണത്തിന് മുമ്പ്, ഈ തിരുവനന്തപുരത്തെ വെള്ളായണി കാർഷിക സർവകലാശാലയിൽ ആയിരുന്നു 1ാം വർഷ ബിരുദത്തിന് വേണ്ടി അർജുൻ ചേർന്നത്. പ്രവേശന സമയത്ത് 12,000 രൂപയായിരുന്നു ഒരു സെമസ്റ്ററിന് ഫീസ് എന്നാണ് അർജുൻ പറയുന്നത്. അങ്ങനെയാണ് ഡോക്യുമെന്റുകളിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അർജുൻ അത് കണക്കാക്കിയാണ് ഈ ബിരുദത്തിന് ചേർന്നത്, അതായത് സെമസ്റ്ററിന് 12,000 രൂപ. എന്നാൽ ഇതിന് ശേഷം പുതിയ വിജ്ഞാപനം ഇറങ്ങുകയും അതിനെ തുടർന്ന് ഫീസ് കുത്തനെ ഉയർന്നു. അതായത് ഏതാണ്ട് 3 ഇരട്ടിയായിട്ടാണ് ഫീസ് ഉയർന്നത്. അപ്പോൾ ഹോസ്റ്റൽ ഫീസുണ്ട്, മറ്റനുബന്ധ ചെലവുകളുണ്ട്. ഇവയെല്ലാം കണക്കിലെടുക്കുമ്പോൾ ഒരു വർഷം 1.5 ലക്ഷം രൂപയിൽ അധികം ഫീസ് നൽകണം താൻ പഠിച്ചിറങ്ങണമെങ്കിൽ എന്നതാണ്. അതായത് 1.5 ലക്ഷം രൂപ വെച്ച് ആദ്യ വർഷം, 2ാമത്തെ വർഷമാകുമ്പോൾ അത് 3 ലക്ഷമാകും, 3ാമത്തെ വർഷമാകുമ്പോൾ അത് 4.5 ലക്ഷമാകും. അങ്ങനെ വലിയ ഭാരിച്ച തുക, അതിനുള്ള ശേഷി തനിക്കില്ല. അതുകൊണ്ടാണ് താൻ ഈ TC വാങ്ങിയത് എന്നതാണ് അർജുൻ പറഞ്ഞത്. ആദ്യം നമുക്ക് അർജുൻ്റെ പ്രതികരണം ഒന്ന് കേൾക്കാം. യൂണിവേഴ്സിറ്റി പതിവിലുള്ള ഫീസിനെക്കാട്ടിലും 3 ഇരട്ടി ഫീസ് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് അഫോർഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇറങ്ങിയത്. ഏകദേശം ഒരു 8 സെമസ്റ്റർ പഠിക്കുമ്പോഴേക്കും ഒരു പ്രൈവറ്റ് കോളേജിൽ അടയ്ക്കേണ്ട തുക ഞാൻ ആ കോളേജിൽ അടയ്ക്കേണ്ടി വരും. അതുകൂടാതെ ഹോസ്റ്റൽ ഫീസ്, നമ്മുടെ ചിലവ് എന്നൊക്കെ പറഞ്ഞ് നല്ലൊരു എമൗണ്ട് അടയ്ക്കേണ്ടി വരും. യെസ്, അതായത് അർജുൻ തന്നെ പറഞ്ഞിരുന്നു, അർജുൻ്റെ കുടുംബത്തിന് ഇത് താങ്ങാനുള്ള ശേഷിയില്ല, മറ്റ് വിദ്യാഭ്യാസ ലോണൊക്കെ വേറെ ഉണ്ട്, അത് തന്നെ തിരിച്ചടയ്ക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. അതുകൊണ്ട് ഇത്രയും വലിയൊരു തുകയൊന്നും ഇനി ലോണായി എടുക്കാൻ ഇല്ല എന്ന് പറഞ്ഞിരുന്നു. അത് വാർത്തയായതോടുകൂടി നിരവധി ആളുകളൊക്കെ അർജുനെ സഹായിക്കാമെന്ന വാഗ്ദാനവുമായി എത്തി. അതോടൊപ്പം തന്നെയാണ് ഞാൻ സൂചിപ്പിച്ചതുപോലെ CPI കൈകാര്യം ചെയ്യുന്ന വകുപ്പ് ആയതുകൊണ്ട് തന്നെ CPIയുടെ മന്ത്രിയായിട്ടുള്ള P. പ്രസാദ്, കൃഷിമന്ത്രി, ഈ വിഷയത്തിൽ ഇടപെടുകയും അങ്ങനെ, അതായത് ഒരു കുട്ടിയുടെയും വിദ്യാഭ്യാസം മുടങ്ങുന്ന സാഹചര്യം സൃഷ്ടിക്കില്ല, യോഗ്യതയുള്ള വിദ്യാർത്ഥിയാണെങ്കിൽ പഠിക്കാനുള്ള അവസരം സൃഷ്ടിക്കും എന്നും അടിയന്തരമായി വിദ്യാർത്ഥിയെ തിരികെ എത്തിക്കണമെന്ന് ഈ സർവകലാശാലയ്ക്ക്, കോളേജിനൊക്കെ നിർദ്ദേശം നൽകി എന്നുമാണ് മന്ത്രി പറയുന്നത്. നമുക്ക് ആ മന്ത്രിയുടെ പ്രതികരണവും കേൾക്കാം. ആ വിദ്യാർത്ഥിയെ അടിയന്തരമായി ബന്ധപ്പെടണമെന്നും അദ്ദേഹത്തിനെ തിരികെ കോളേജിൽ പ്രവേശിപ്പിക്കണമെന്നും സർവകലാശാല അധികൃതർ പറഞ്ഞിട്ടുണ്ട്. അവരിപ്പോൾ തന്നെ ആൾറെഡി മെയിൽ അയച്ചിട്ടുണ്ട്. ആ വിദ്യാർത്ഥി ഫീസ് ആനുകൂല്യത്തിന്റെ പരിഗണന വരുന്ന കുട്ടിയാണ്. ഒരു കാരണവശാലും പോകേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് ആ ഫീസ് അടച്ചല്ല, ആദ്യം അടയ്ക്കുന്ന ഒരു ചെറിയ പൈസ അല്ലാണ്ട് പിന്നീട് പൈസ അടയ്ക്കേണ്ട ആവശ്യമേ ഇല്ല. അതെന്തോ ചില തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടോ, അദ്ദേഹം തന്നെ പറയുന്നത് ഞാൻ കേട്ടു, സീനിയേഴ്സ് പലരും പറഞ്ഞു എന്നാണ്. സീനിയേഴ്സ് പറയുന്ന അനുസരിച്ചല്ലല്ലോ നമ്മൾ തീരുമാനിക്കേണ്ടത്. സീനിയേഴ്സ് അല്ലല്ലോ ഒരു കോളേജിന്റെയോ സർവകലാശാലയുടെയോ ഏറ്റവും ഉന്നതരായ അധികാരികൾ. മന്ത്രി പറയുന്ന കാര്യത്തിൽ നമുക്കും തള്ളിക്കളയാൻ സാധിക്കില്ല. കാരണം ഫീസ് ഇളവിന് അർഹതയുള്ള ഒരു വിദ്യാർത്ഥിയാണ് എന്ന് പറയുന്നു. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ 4.5 ലക്ഷം രൂപ ഫീസ് അടയ്ക്കേണ്ടതായി വരുന്നത് എന്ന
മന്ത്രിയുടെ ചോദ്യമുണ്ട്. അതിൽ കുറച്ചുകൂടിയൊക്കെ വ്യക്തത നമുക്ക് വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. കാരണം സർവകലാശാല ഇത്തരം കാര്യങ്ങളിൽ വ്യക്തത തേടും. അതോടൊപ്പം തന്നെ വിവരാവകാശ നിയമപ്രകാരമൊക്കെ നമ്മൾ സമീപിച്ചാൽ എന്താണ് നിലവിലെ സ്ട്രക്ചർ, ഏത് തരത്തിലാണ് ആ സ്ട്രക്ചർ മാറിയിട്ടുള്ളത് എന്നൊക്കെ അറിയാം. മാത്രമല്ല ഈ വിദ്യാർത്ഥികൾക്കാണ് കൂടുതൽ, അവരുടെ രക്ഷിതാക്കൾക്കും ആണ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ കുട്ടി ഉന്നയിക്കുന്ന അല്ലെങ്കിൽ അർജുൻ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളെല്ലാം സർവകലാശാലയും തള്ളിക്കളയുകയാണ്. സർവകലാശാല VC ഡോക്ടർ B അശോകൻ ആണ് ഇത് പറയുന്നത്. ഫീസ് ഇളവിന് അർഹനായിട്ടുള്ള വിദ്യാർത്ഥി ആണ് അർജുൻ എന്ന് പറയുന്നുണ്ട്. പഠനം ഉപേക്ഷിച്ചതിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണം ഉണ്ടാകാം എന്നാണ് VC പറയുന്നത്. അത് അയാൾ ഫസ്റ്റ് ക്ലാസ് ഫ്രോഡ് അല്ലേ? കാരണം ഞാൻ ചോദിക്കട്ടെ, അയാൾ ഫീ കൺസെഷൻ കാറ്റഗറി അല്ലേ? ഫീ കൺസെഷൻ ഉള്ള കുട്ടിയാണല്ലോ. ഞാൻ പരിശോധിച്ചു, അയാൾക്ക് 1 ലക്ഷം രൂപ ഇൻകം ഉള്ളൂ. അപ്പൊ അയാൾ ചേരുന്ന സമയത്ത് ഫീസ് അടയ്ക്കുകയും അത് ഗവൺമെന്റിൽ നിന്ന് റീംബേഴ്സ് ചെയ്യുകയും ആ സംവിധാനത്തിൽ പോകുന്ന ഒരു കുട്ടിയാണ്. അയാൾ ഡിസ്കണ്ടിന്യൂ ചെയ്തതിന് വേറെ എന്തെങ്കിലും കാരണങ്ങൾ കാണും. ഇങ്ങനെയാണ് VC പറയുന്നത്. എന്തായാലും അർജുൻ വീണ്ടും പറയുന്നത് ഇതൊന്നുമല്ല പശ്ചാത്തലം. ഇപ്പോൾ തന്നെ നിരവധിയായ കുടിശ്ശികയൊക്കെ ലഭിക്കാനുണ്ട്. അതായത് ഒരുപക്ഷെ സീനിയർ ആയിട്ടുള്ള വിദ്യാർത്ഥികൾ പറഞ്ഞു എന്ന് മന്ത്രിയും പറയുന്നുണ്ട്. ആ സീനിയറായ വിദ്യാർത്ഥികളായിരിക്കാം പറയുന്നത് ഈ കുടിശ്ശിക ഉള്ളത് കൊണ്ട് പണം നമ്മൾ കണ്ടെത്തിയില്ല എങ്കിൽ ബുദ്ധിമുട്ടാണ്. സർക്കാർ പണമൊക്കെ നൽകും, പക്ഷേ അതിന് കാലതാമസമുണ്ടാകും. ഇപ്പോൾ തന്നെ വലിയ കുടിശ്ശികയാണുള്ളത് എന്ന് അറിയുന്നു എന്നാണ് അർജുൻ പറയുന്നത്. ഇനി എന്തായാലും ഈ വിവാദങ്ങളുടെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ ആ കോളേജിലേക്ക് ഇല്ല എന്നുകൂടി അർജുൻ പറയുകയാണ്. ഈ ഗ്രാൻസ് വഴി തിരിച്ചു കിട്ടുമായിരിക്കും. എനിക്ക് അതിൽ വിശ്വാസമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് എന്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ കോളേജിന് TC കഴിഞ്ഞ് ഇറങ്ങിയത്. അല്ലാതെ വേറെ ഒരു എന്താ പറയാ ഒരു ശക്തിയിലെ പ്രേരണ ഉണ്ടെന്നല്ല ഞാൻ അറിഞ്ഞത്. ഞാനൊരു കോഴ്സ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഡിപ്ലോമ കഴിഞ്ഞിട്ടുണ്ട്. അതിലും ഞാൻ ഈ ഗ്രാൻസിന് ഇറങ്ങുന്നതായിരുന്നു. പക്ഷെ അന്ന് ഈ ഗ്രാൻസിനെ വെച്ചിട്ട് ആ കോഴ്സ് എന്റെ 3 കൊല്ലത്തിനടുത്ത് ആയി. എനിക്ക് ഇതുമായിട്ട് ഈ ഗ്രാൻസിന്റെ ഫണ്ട് കയറിയിട്ടില്ല. അപ്പൊ ഞാൻ എന്ത് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ കോളേജിൽ കയറിയിട്ട് എനിക്ക് ഈ ഗ്രാൻസ് കിട്ടുന്ന വിചാരിക്കുന്നത്? യെസ്, അർജുൻ എന്തായാലും ഫീസ് ഇളവിന് അർഹനാണോ അല്ലയോ എന്നതൊക്കെ സർവകലാശാല തീരുമാനിക്കുന്നു. അത് ആണ് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഒരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള തൃശ്ശൂർ, തിരുവനന്തപുരം, കാസർഗോഡ്, വയനാട് ജില്ലകളിലെ കോളേജുകളിലെ അഗ്രികൾച്ചറൽ, ഫോറസ്ട്രി, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ വിഷയങ്ങളിലെ ബിരുദ കോഴ്സുകൾക്ക് വൻതോതിൽ ആണ് ഫീസ് വർദ്ധിപ്പിച്ചത് എന്നുള്ളതാണ്. നേരത്തെയുള്ള ഫീസ് ഘടനയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് 3 ഇരട്ടിയാണ് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇതാണ് അധികൃതർ ശ്രദ്ധിക്കേണ്ടത്. ഈ ഫീസൊക്കെ ആനുകാലികമായി വർദ്ധിപ്പിക്കാം, പക്ഷേ ഒരു നിശ്ചിത ഫീസ് നൽകുന്നതോ ഒരു സുപ്രഭാതത്തിൽ 3 ഇരട്ടിയായി അത് മാറുന്നു എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ വൈദ്യുതി നിരക്ക് അല്ലെങ്കിൽ വെള്ളത്തിൻ്റെയൊക്കെ വർധനവും ഇതുപോലെയാണ് പലപ്പോഴും അനുഭവപ്പെടാറുള്ളത് എന്നുള്ളതാണ്. നമ്മൾ നൽകിയൊരു തുകയിൽ നിന്ന് വലിയ വ്യത്യാസത്തിലേക്കാണ് ഇത് പോകുന്നത്. ഒരുപക്ഷെ ഒരു നിശ്ചിത ശതമാനമൊക്കെ കാലാകാലങ്ങളിൽ ഉയർത്തിയാൽ വിദ്യാർത്ഥികൾക്ക് ഇത് വലിയ കൺഫ്യൂഷനൊന്നും ഉണ്ടാക്കില്ല. പക്ഷേ ഇവിടെ ഇതാ 12,000 രൂപ സെമസ്റ്റർ ഫീ എന്ന് പറയുന്ന ഒരു കുട്ടി വളരെ പെട്ടെന്ന് അത് 3 ഇരട്ടിയിലധികം എന്ന് പറയുമ്പോൾ അത്രമേ വലിയ തുക കണ്ടെത്തുക എന്നത് അങ്ങേയറ്റം പ്രയാസകരമാണ്. ഇത് കൃത്യമായൊന്നും അറിയിച്ചിരുന്നില്ല, കുട്ടികൾ ചേരുന്ന സമയത്ത് പോലും അറിയിച്ചിരുന്നില്ല എന്ന ആക്ഷേപമൊക്കെയുണ്ട്. അടുത്ത ദിവസം ക്ലാസ്സുകൾ തുടങ്ങാനിരിക്കെ കൂടുതൽ വിദ്യാർത്ഥികളൊക്കെ ഈ ഫീസ് ഘടന അറിഞ്ഞ് കോഴ്സിന് ചേരാതെ പോയി എന്നാണ് പറയുന്നത്. ഒപ്പം ഈ വിഷയത്തിൽ പ്രതിഷേധം നടക്കുന്നുണ്ട്. നേരത്തെ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് SFI മൗനം പാലിച്ചുവെങ്കിലും ഇതിപ്പോൾ CPI നേതൃത്വം നൽകുന്ന വകുപ്പാണല്ലോ ഈ കാർഷിക സർവകലാശാല എന്നത്. അതുകൊണ്ട് അവിടെ പ്രതിഷേധിക്കാൻ SFIക്ക് കൃത്യമായി അറിയാം. ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധങ്ങൾ ഉണ്ടായി എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പഠനമൊക്കെ അവസാനിപ്പിക്കുന്ന സാഹചര്യത്തിൽ സർവകലാശാലയ്ക്കെതിരെ വീണ്ടും സമരം നടത്താൻ കൂടിയാണ് SFI തയ്യാറെടുക്കുന്നത് എന്നുമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ ഈ വിഷയത്തിൽ എന്തായാലും വിദ്യാർത്ഥി പറയുന്നു ഈ സ്കൂളിലേക്ക്, ഈ കോളേജിലേക്ക് ഇനി തിരികെയില്ല എന്ന് പറയുമ്പോഴും അധികൃതർ ഗൗരവത്തോടുകൂടി ഈ ഫീസ് ഘടനയുമായി ബന്ധപ്പെട്ട വിഷയത്തെ നോക്കിക്കാണട്ടെ എന്ന് മാത്രമേ നമുക്ക് നേരം വൈകുന്നേരത്തിൽ പറയാനുള്ളൂ.